വിളമ്പാൻ നിന്ന് അമ്മ കയ്യിൽ പിൻവലിച്ചു. നമ്മൾ നമ്മുടെ അമ്മയോട് എപ്പോഴെങ്കിലും താങ്ക് യു പറഞ്ഞു, അപ്പനോട് എപ്പോഴെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ യൂറോപ്പിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സായിപ്പിൻ്റെ ഒരു ശൈലിയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു കാലമാണ്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും താങ്ക്സ് എന്ന് പറയും, നന്ദി പറയും. അതൊരു നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ്. എന്ത് കാര്യമാണെങ്കിലും നന്ദി എന്ന് പറയും, താങ്ക് യു എന്നിങ്ങനെ പറയും. അപ്പോൾ ഒരു 2 മിനിറ്റിൽ ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും വർത്തമാനത്തിനിടയിൽ താങ്ക് യു വന്നിട്ടുണ്ട്. അങ്ങനെ അവധിക്കാലത്ത് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കണ്ടതല്ലേ, അപ്പോൾ അമ്മ നല്ല മീൻകറിയൊക്കെ വെച്ച് എല്ലാവർക്കും വിളമ്പി, എൻ്റെ കൂട്ടത്തിൽ എനിക്കും വിളമ്പി. ഏറ്റവും നല്ല മീൻ കഷ്ണം, നടുക്കഷ്ണം എനിക്കാണ് വിളമ്പിയത്. അതൊക്കെ വന്നപ്പോൾ നമുക്ക് സന്തോഷമായില്ലോ. അപ്പോൾ നമ്മൾ വിളമ്പുമ്പോൾ അവിടെയാണെങ്കിൽ എന്ത് വിളമ്പുമ്പോഴും അപ്പം നമ്മൾ താങ്ക് യു പറയും. ഞാൻ അതുപോലെ അമ്മ ഈ നടുക്കഷ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ ഈ വിളമ്പാൻ നിന്ന് അമ്മ കയ്യിൽ പിൻവലിച്ചു. എന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു, ആഹാ, അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം അത്രയേ ഉള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചു. കാരണം നമ്മുടെ നാട്ടിൻ്റെ ഒരു മനസ്സിലെ ഈ ഇങ്ങനെയുള്ള വാക്കുകൾ, നമ്മൾ നമ്മുടെ അമ്മയോട് എപ്പോഴെങ്കിലും താങ്ക് യു പറഞ്ഞു, അപ്പനോട് എപ്പോഴെങ്കിലും താങ്ക് യു എന്ന് പറഞ്ഞു. എന്നാൽ അവരോടല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്, ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്. നിങ്ങളോട് ഞാൻ താങ്ക് യു പറഞ്ഞാൽ അപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം അത്രയും ഉണ്ടാവുള്ളൂ എന്നൊരു ചിന്ത നിങ്ങളിൽ വരുമെന്നിരിക്കുന്നു. കാരണം ഈ ഭവനത്തിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ളവരുടെ അമ്മമാരാണ്, അപ്പന്മാരാണ്, ചേട്ടന്മാരാണ്, ചേച്ചിമാരാണ്, അനിയന്മാരാണ്, അനിയത്തിമാരാണ് ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഈ ഭവനത്തിന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് വരില്ല, അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു.